അവിടുത്തെ മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ചില ആളുകളൊക്കെ കാണാതായ ചില ആളുകളുടെ ചിത്രങ്ങൾ നമുക്ക് അയച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഒരു സുഹൃത്ത് നമുക്ക് അയച്ചു തന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. എൻ്റെ പെങ്ങളും അവളുടെ ഉമ്മയുമാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ഏതെങ്കിലും ക്യാമ്പിലോ ഹോസ്പിറ്റലിലോ ഉണ്ടെങ്കിൽ അറിയിക്കണമെന്നാണ് പറയുന്നത്. ഇന്നലെ ഉരുൾപൊട്ടലിന് ശേഷം ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ചൂരൽമല ടൗണിലാണ് ഇവർ താമസിക്കുന്നത് എന്നുകൂടി അറിയുന്നു. വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇവരെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നുകൂടി പറയുന്നു. വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്, അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ല ഞങ്ങൾ എന്നുകൂടി പറയുന്നു. എന്തായാലും ഈ ഫോൺ നമ്പർ കൂടി നമുക്ക് കൊടുക്കാം. 9605155151. ഒരിക്കൽ കൂടി പറയാം, 9605155151. നിങ്ങൾ കേട്ടെന്ന് എനിക്കറിയില്ല, ഒന്നുകൂടെ പറയാം. 9605555151. അതുപോലെ സനൂപിനെ വിളിക്കാനുള്ള ഒരു നമ്പർ കൂടി പറഞ്ഞിട്ടുണ്ട്. സനൂപ് ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്താലും വിവരങ്ങൾ നൽകിയാൽ സന്തോഷമാകും. 94957 35830 എന്നാണ്. ഒന്നുകൂടി പറയാം, 9495735830. ഈ യഥാർത്ഥത്തിൽ ഈ ഉമ്മയെയും മകളെയും കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ, ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾ കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ വിവരമറിയിക്കുക. അല്പനിമിഷങ്ങൾക്കകം വേണു ബാലകൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ചൂരൽമലയിൽ എസ് വിജയകുമാർ നേതൃത്വം കൊടുക്കുന്ന വാർത്താസംഘം അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. അതുപോലെ ഈ യഥാർത്ഥത്തിൽ പാങ്ങോട് നിന്നുള്ള സൈനിക സംഘം കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അവിടെ നിന്നുള്ള സംഘം വയനാട്ടിലെ രക്ഷാദൗത്യത്തിൽ അണിചേരും. അതിനായി അവർ രാവിലെ തിരുവനന്തപുരം പാങ്ങോട് നിന്ന് തിരിച്ച ദൗത്യ സംഘം ഇപ്പോൾ കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. രക്ഷാദൗത്യം കനത്ത വെല്ലുവിളിയായി തുടരുകയാണ്. രാത്രി പുലർന്നതോടെ രക്ഷാദൗത്യം വല്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം റിപ്പോർട്ട് കിട്ടുമ്പോൾ ഉരുൾപൊട്ടലിൽ 117 പേർ മരിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മരണസംഖ്യ ഇനി ഉയരുമെന്നാണ് രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ട ആളുകൾ ചൂരൽമലയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നുകൊണ്ട് പറഞ്ഞത്. അല്പനിമിഷങ്ങൾക്കകം വേണു ബാലകൃഷ്ണനും KR ഗോപികൃഷ്ണനും കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഏറ്റവും സങ്കടകരമായ വാർത്തയാണ് വയനാട്ടിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ ഷഹദ് റഹ്മാൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഷഹദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഏറ്റവും ലേറ്റസ്റ്റ് ആയ വിവരങ്ങൾ എന്തൊക്കെയാണ്, പറയൂ. ഏറെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ഈ വയനാട്ടിൽ നിന്നും അതുപോലെ തന്നെ ചൂരൽമലയിൽ നിന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളതെങ്കിൽ പോലും അതിനിടയിൽ ആശ്വാസം നിറഞ്ഞ ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ പാലത്തിനപ്പുറത്ത് മറുകരയിൽ കുടുങ്ങിക്കിടന്ന മുഴുവൻ ആളുകളെയും രക്ഷാപ്രവർത്തനത്തിലൂടെ ഇപ്പോൾ ഈ ആളുകളെല്ലാവരും നിൽക്കുന്ന അല്ലെങ്കിൽ ഈ രക്ഷാദൗത്യത്തിൽ എന്താണോ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ആ മറുകരയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ള ഏറെ ആശ്വാസം നിറഞ്ഞ വാർത്തയാണ് ഈ നിമിഷം നമുക്ക് പങ്കുവെക്കാനുള്ളത്. രണ്ട് രീതിയിലായിരുന്നു ദൗത്യങ്ങൾ. ഒന്ന് റോപ്പ് ഉപയോഗിച്ച്, മറ്റൊന്ന് താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള പാലം, മറ്റൊന്ന് ഈ ഹെലികോപ്റ്റർ. ഇങ്ങനെ ഈ 3 രീതിയിലായിരുന്നു ഇവിടെ ദൗത്യം നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട 2 ദൗത്യങ്ങളാണ്. ഒന്ന് റോപ്പ് ഉപയോഗിച്ചും അതുപോലെ തന്നെ ഈ താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള പാലവും. ഈ 2 വഴിയുമുള്ള ഈ ദൗത്യം അല്ലെങ്കിൽ രക്ഷാദൗത്യം ഇപ്പോൾ ഏകദേശം പൂർണ്ണമായിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. കാരണം മറുകരയിൽ കുടുങ്ങിയിരുന്ന അല്ലെങ്കിൽ അവിടെ അകപ്പെട്ടിരുന്ന ആ തുരുത്തിൽ അകപ്പെട്ടിരുന്ന മുഴുവൻ ആളുകളെയും ഇപ്പോൾ സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ആശ്വാസം നിറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇപ്പോൾ മൃതദേഹങ്ങൾ മറുകരയിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ്. അതായത് കുറച്ചധികം മൃതദേഹങ്ങൾ ഈ മറുകരയിൽ ഉണ്ടായിരുന്നു. ആ മൃതദേഹങ്ങൾ ഇപ്പോൾ റോപ്പിൽ കെട്ടി ഈ സംഭവ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഇവിടെ ഈ സന്നദ്ധ സംഘടന പ്രവർത്തകരും അതുപോലെ NDRF ഉൾപ്പെടെയുള്ള സേനാംഗങ്ങൾ നിൽക്കുന്ന ഇടത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് അത്തരത്തിൽ 2 അല്ലെങ്കിൽ 3 മൃതദേഹങ്ങളാണ് ഈ മറുകരയിലേക്ക് കൊണ്ടുവരാനുള്ളത്. ബാക്കി മുഴുവൻ ആളുകളും ഇവിടെ കുടുങ്ങിയിരുന്ന മുഴുവൻ ആളുകളെയും ഈ റോപ്പ് ഉപയോഗിച്ചും അതുപോലെ തന്നെ ഈ പാലം വഴിയും ഈ മറുകരയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടിയന്തരമായിട്ട് വൈദ്യസഹായം ആവശ്യമുള്ള അല്ലെങ്കിൽ അടിയന്തര സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുന്ന ആളുകളെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ അവ മുഴുവൻ ആളുകളെയും ഈ മറുകരയിൽ കുടുങ്ങിയിട്ടുള്ള ഈ വിവരം അറിഞ്ഞ അല്ലെങ്കിൽ സംഭവത്തിൽ മറുകരയിൽ അകപ്പെട്ടിട്ടുള്ള സ്ത്രീകളും കുട്ടികളും പ്രായമായ ആളുകളും ഉൾപ്പെടെ മുഴുവൻ ആളുകളെയും ഈ ഇരു രക്ഷാ പ്രവർത്തനങ്ങളിലൂടെയും മറുകരയിൽ എത്തിച്ചു എന്ന ഏറെ ആശ്വാസം നിറഞ്ഞ വാർത്തയാണ് ഈ സങ്കടകരമായ ഈ ദിനത്തിലും അല്ലെങ്കിൽ ഈ സമയത്തിലും നമുക്ക് പറയാനുള്ളത് എന്നുള്ളതാണ്. ഇതിൽ അടിയന്തര
വൈദ്യസഹായം വേണ്ട ആളുകളൊക്കെ തന്നെ ഉടൻ തന്നെ ആംബുലൻസ് വഴി അവരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അല്ലാത്ത ആളുകളെ ഇത്തരത്തിൽ ഒരു വാഹനത്തിൽ അല്ലെങ്കിൽ ഒന്നിലധികം വാഹനത്തിൽ കുറെ അധികം ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ സുരക്ഷിതമാണ് എന്നൊരിതാണ്. അതിൽ ഒരു സ്ത്രീ, പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ ഏറെ നേരം കാത്തിരുന്നതിന് ശേഷമാണ് ഈ റോപ്പ് ഉപയോഗിച്ച മറുകരയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം ഒന്നാം പ്രായമായിട്ടുള്ള ആളാണ്. പിന്നെ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ഈ റോപ്പിലൊക്കെ ഇത്തരത്തിൽ സഞ്ചരിക്കുക എന്നത് അവരുടെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്തരം സംവിധാനങ്ങളും അല്ലെങ്കിൽ സന്നാഹങ്ങളും ഒക്കെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യമൊന്നും മടിച്ചിരുന്നെങ്കിലും പിന്നീട് ഇത്തരത്തിൽ ഈ റോപ്പ് ഉപയോഗിച്ച് ഏറ്റവും അവസാനം ആ സ്ത്രീയെ കൂടി മറുകരയിൽ എത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസം നിറഞ്ഞിട്ടുള്ള കാഴ്ച. എസ്കേൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ രാത്രിയാണ്. ഈ ലൈറ്റ് സംവിധാനങ്ങളൊക്കെ തന്നെയുണ്ട്. നിലവിൽ മഴക്ക് നേരിയ ഒരു ശമനം ഉണ്ട് എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. അതായത് കാര്യമായിട്ടില്ലെങ്കിൽ പോലും നേരിയ ശമനമുണ്ട്. ഇടവിട്ട് മഴ ഈ മേഖലകളിൽ പെയ്യുന്നുമുണ്ട്. മാത്രമല്ല കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായതിനേക്കാൾ കുത്തൊഴുക്ക് ഈ വെള്ളത്തിന് അല്ലെങ്കിൽ പുഴയിൽ കുത്തൊഴുക്ക് വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. അത് ഒരുപക്ഷെ രക്ഷാപ്രവർത്തനത്തിന് കാര്യമായി കഴിഞ്ഞ മണിക്കൂറുകൾ ബാധിച്ചിരുന്നെങ്കിലും അതിനെല്ലാം തന്നെ അതിജീവിച്ചാണ് NDRF സംഘവും അതുപോലെ തന്നെ നമ്മുടെ നേവിയും ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഫയർഫോഴ്സ് ഉണ്ട്, നേവി ഉണ്ട്, അതുപോലെ തന്നെ NDRF സംഘമുണ്ട്, അതുപോലെ തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുണ്ട്. അങ്ങനെ എല്ലാവരും ഒറ്റക്കെട്ടായി മെയ് മറന്നിട്ടായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ ഇവിടുന്ന് ആളുകളെ മറുകരയിലേക്ക് എത്തിക്കുകയും അവർക്ക് വേണ്ട വൈദ്യസഹായം നൽകുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ മറുകരയിലുള്ളത് ഈ NDRF സംഘമാണ്. അവർ ഈ മൃതദേഹങ്ങൾ ഇപ്പുറത്തെ, അതായത് നമ്മളെല്ലാവരും നിൽക്കുന്ന മറുകരയിലേക്ക് എത്തിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുക. ഓരോ ഈ NDRF സംഘവും മറുകരയിലേക്ക് ഈ റോപ്പിൽ പോകും. പിന്നീട് അവിടെ നിന്ന് മൃതദേഹം ഇങ്ങോട്ടേക്ക് റോപ്പ് വഴി തന്നെ ഇപ്പുറത്തെ കരയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിന് സഹായമായിട്ട് ഈ റോപ്പ് വലിച്ചു കെട്ടിയിരിക്കുന്നത് JCBയുടെ കൈകളിലാണ്. ഈ JCB ഉയർത്തിയും താഴ്ത്തിയുമാണ് ത്തിൽ ഈ സംവിധാനങ്ങളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ മനുഷ്യ സഹജമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള രക്ഷാപ്രവർത്തനവും രാവിലെ മുതൽ അല്ലെങ്കിൽ ഈ പുലർച്ചെ 3 മണി മുതൽ ഇവിടെ നടക്കുന്നുണ്ട്. അതിന്റെ ഒരു ഫലം എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും പരമാവധി ഇവർക്ക് നമുക്ക് കഴിയാവുന്ന അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുപോകാത്ത അല്ലെങ്കിൽ നമ്മുടെ ഉച്ചവരെയും ഉടവരെയും കൊണ്ടുപോകാത്ത മുഴുവൻ ആളുകളെയും ഈ ഒരു ഘട്ടത്തിൽ രക്ഷപ്പെടുത്തി ഇപ്പോൾ ആശുപത്രികളിലേക്കും അതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും ഒക്കെ തന്നെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസം നിറഞ്ഞിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഈ തിരച്ചിലും നടക്കുന്നുണ്ട്. ആരെങ്കിലും ഇനി ഏതെങ്കിലും വീടുകളിലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മണ്ണ് അടിഞ്ഞുകൂടിയിരിക്കുന്ന സ്ഥലമാണ്, അവിടെയൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അതേ സമയത്ത് മറ്റൊരിടത്ത് പരിശോധിക്കുന്നുമുണ്ട്. അതിന് വൈദ്യസഹായവും 6 മണിയോടുകൂടി തന്നെ ഇവിടെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരു പ്രതിസന്ധിയോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനോ എവിടെയും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാനേ സാധിക്കില്ല. കാരണം നമുക്കറിയാം, എണ്ണയിട്ട യന്ത്രം പോലെയാണ് രാവിലെ മുതൽ അല്ലെങ്കിൽ പുലർച്ചെ മുതൽ തന്നെ നമ്മുടെ ഓരോ സേനാംഗങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതിനിടയിൽ നമുക്ക് മറ്റൊരു കാഴ്ച കാണാൻ സാധിച്ചത് 2 നായകൾ ഇതുവഴി ഇത്തരത്തിൽ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടായിരുന്നു. കഴുത്തിൽ ഒരു ബെൽറ്റ് ഒക്കെ കെട്ടി വീട്ടിൽ വളർത്തുന്ന ഒരു നായയാണ്. ഏറെ സങ്കടത്തോടെ അല്ലെങ്കിൽ ഏറെ പ്രതീക്ഷയോടെ ആ നായ പലരെയും ഇവിടുന്ന് നോക്കുന്നുണ്ടായിരുന്നു. NDRF സംഘം ആ നായക്ക് അല്ലെങ്കിൽ 2 നായകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ ദുരന്തം റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഈ ഒരു ദുരന്തം ഉണ്ടാകരുത് അല്ലെങ്കിൽ ഇത്തരം കാഴ്ചകൾ നമ്മുടെ കൺമുന്നിൽ ഉണ്ടാകരുത് എന്നാണ് നമ്മൾ ഓരോ തവണയും ഓരോ ദുരന്ത മുഖത്ത് നിന്നും തിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കാറും അല്ലെങ്കിൽ മനസ്സിൽ വിചാരിക്കാറും. പക്ഷെ വീണ്ടും ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ നമുക്ക് കരുത്തായ നമ്മുടെ സേനാംഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം അത് എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ഇപ്പോൾ ഈ കൂടുതൽ മൃതദേഹങ്ങൾ ഈ മറുകരയിൽ നിന്ന് ഇപ്പോൾ നമ്മളെല്ലാവരും നിൽക്കുന്ന ഈ പ്രധാന കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നു. ഇവിടെ നിന്നും ആംബുലൻസ് വഴിയാണ് വിവിധ ആശുപത്രികളിലേക്ക് ഈ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നത്. സമാനമായ രീതിയിൽ ഇവിടുന്ന് രക്ഷപ്പെടുത്തിയിട്ടുള്ള സ്ത്രീകൾ, അതുപോലെ തന്നെ കുട്ടികൾ, പ്രായമായ ആളുകൾ, പുരുഷന്മാർ എല്ലാവരും ഉണ്ട്. ഇതിൽ വിവിധ വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകളുണ്ട്.